ഹായ് ഗൈസ്, എൻ്റെ ആകാശവും മണ്ണും എല്ലാം നീയാണെന്ന് പറയുന്നുണ്ട് അജയൻ ലക്ഷ്മിയോട്. ആ പ്രണയത്തിന്റെ വീഡിയോ സോങ് ഇറങ്ങിയിട്ടുണ്ട്. ആ അജയന്റെ രണ്ടാം മോഷണത്തിലെ കിളിയ എന്നുള്ള സോങ് റിയാക്ട് ചെയ്യണമെന്ന് വന്നിട്ടുള്ളത്. അപ്പൊ അജയന്റെ രണ്ടാം മോഷണം എന്നുള്ള പടം അതിഗംഭീരമായിട്ട് മൊത്തം ഇന്ത്യയിലും വേൾഡ് വൈഡ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര റെസ്പോൺസ് കേൾക്കുവാണ്. മിന്നൽ മുരളിക്ക് ശേഷം ടോവിനോ എന്നുള്ള ഒരു ഹൈപ്പ് കൂടെ പടത്തിനുണ്ട്. മാത്രമല്ല ഇത് പാൻ ഇന്ത്യ വേൾഡ് വൈഡ് ഇറങ്ങും കൂടി ചെയ്തുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് മാണിക്യൻ. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ റിയാക്ട് ചെയ്തെന്ന് പറയാം. നമുക്ക് നേരെ പാട്ടിലോട്ട് പോവാം. വായോ. ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രസൻസ് മാജിക് ഫ്രെയിം. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ ആഴിക്കണ്ണാലെ തഴുകും അമ്പിളി കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ കിളിയെ തത്തക്കിളിയെ കൊഞ്ചി പറന്നൻ കൂട്ടിലെ തൂലെ നിറയെ കാട്ടി മയക്കിടല്ലേ മാനത്തോടെ നടത്തിടല്ലേ കതിലെന്ന ചൊന്നതെല്ലാം നേരാണോ നിന്നെ മാത്രം ഓർത്തിരുന്ന് കനവുകൾ കോർത്തെടുത്ത് പുടമുറി കാത്തിരിക്കും നാടൻ പെണ്ണായി അഴകെ ചങ്കുലക്കണ ചോദ്യം ഇതെന്റെ തീയരിക്കണോ രാധിയുമെന്റെ നമ്മൾ രണ്ടും രണ്ടായെന്നാൽ ലോകം തീരില്ലേ ചിയോതി കാവിലെത്തി വിളക്കു കൊളുത്തി നാടറിഞ്ഞൊരു താലിയും കെട്ടി കയ്യിൽ കയ്യും കോർത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ മഴവിൽ ചന്തമേ നീയൻ സ്വന്തമേ തന്താനേ തന്താനേ തന്താനന്താനേ കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ കിളിയെ തത്തക്കിളിയെ കൊഞ്ചി പറന്നൻ കൂട്ടിലെ തൂലെ നിറയെ ചിന്നിച്ചിതറും കൊതിയാ കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നൊന്നാലിയ
അപ്പൊ ഒരു എമേർജിങ് ഡയറക്ടർ, ഒരു വലിയൊരു സിനിമ എടുക്കാനുള്ള ഒരു കേപ്പബിൾ ആയ ഒരു ഡയറക്ടറെയാണ് വീണ്ടും ഓർമ്മ വരുന്നത്. അത്രയും ഗംഭീരമായിട്ടുണ്ട് സിനിമ വേൾഡ് വൈഡ് ഭയങ്കര റെസ്പോൺസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് പോവാണ്. ഈ പാട്ട് ഭയങ്കര കിട്ടിലാണ്. അതിൽ ടോവിനോ അഭിനയിച്ചിരിക്കുന്നത് അതിഗംഭീരം. അജയ് എന്നുള്ള ക്യാരക്ടർ ഭയങ്കര സ്വീറ്റ് ക്യൂട്ടായ ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ ഈ പാട്ട് റൊമാൻറ്റിക് ആയ ഒരു പാട്ടാണ്, പക്ഷെ ഒരു ക്യൂട്ട് റൊമാൻറ്റിക് സോങ്. എന്ന് വെച്ചാൽ ആ പ്രണയത്തിന്റെ ആ ഒരു ഏറ്റവും പ്യൂരിറ്റിയിൽ കാണിക്കുന്ന ഒരു പാട്ടാണ്. ഒരു നല്ല വരികളായിട്ടുണ്ട്. അടിപൊളിയായിട്ട് ടോവിനോ അജയൻ എന്നുള്ള ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അജയനായിട്ടും കേളുവായിട്ടും അതുപോലെ തന്നെ മണിയനായിട്ടും 3 വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് നമ്മൾ തോന്നിപ്പിച്ചിട്ടുണ്ട് ടോവിനോ. അത്രയും ഗംഭീരമായിട്ട് തന്നെ പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട്. അജയൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പാവത്താനാണ്. എന്ന് വെച്ചാല് നമുക്കൊരു പുണ്യ പാരമ്പര്യം ഇല്ലോണ്ട് ആ പേര് ദോഷം കാരണം ജീവിക്കാൻ പറ്റില്ല ഒരു ഭയമൊക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ക്യാരക്ടർ. അതിൻ്റെതായ ബോഡി മാനറിസം മുഖഭാവങ്ങളെല്ലാം അതിഗംഭീരമായിട്ട് ടോവിനോ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേളുവായിരിക്കുമ്പോൾ ടോട്ടലി വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാണിക്യം എന്നുള്ള ക്യാരക്ടറും ടോട്ടലി വ്യത്യസ്തമായി ചെയ്തിട്ടുണ്ട്. 3 ക്യാരക്ടറും അതിഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഈ ആംനില സിനിമ വേറൊരു സമയത്താണ് ഇറങ്ങിയിരുന്നെങ്കിൽ, അതായത് കിഷ്കിന്ദ കാണ്ടത്തിന്റെ കൂടെ എല്ലാം ഇറങ്ങിയിരുന്നെങ്കിൽ ഇതിലും ഗംഭീരമായ ഒരു ഹിറ്റായി മാറേണ്ട ഒരു പടമാണ്. ഇതിപ്പോ കിഷ്കിന്ദ കാണാൻ വരുമ്പോൾ ഒരു മത്സരമായി, കാരണം ആ ഒരു സ്പ്ലിറ്റ് വന്നു. ആ സ്പ്ലിറ്റ് വരുന്നില്ല എങ്കിൽ ഇതിലും വലിയൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് ആവേണ്ട ഒരു പടം തന്നെയാണ്. ഇപ്പോഴും 50 കോടിയൊക്കെ മറികടന്ന് അതിഗംഭീരമായിട്ട് തന്നെയാണ് ഓടുന്നത്. ഇതിൽ അതിഗംഭീരമായിട്ട് കൃതി ഷെട്ടി അഭിനയിച്ചിട്ടുണ്ട്. ധാവണയൊക്കെ എടുത്ത് അഭിനയെല്ലാം നമ്മളെ കേരളത്തിലെ മലയാളി കുട്ടിയുടെ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. പാട്ട് അതിഗംഭീരമാണ്. ഇത് സ്വീറ്റ് ആണ് ഈ പാട്ട്. ഭയങ്കര കേട്ടോണ്ടിരിക്കാനുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും എല്ലാം ടോട്ടലി ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ ഒരു നാടൻ, പിന്നെ അതുപോലെ തന്നെ വിഷ്വൽസ്, അതായത് ജോമോൻ ടി ജോണിന്റെ വിഷ്വൽസ് ആണ് കിടലായിട്ടുണ്ട്. ആ നാട്ടും പുറവും തെയ്യും ആ കാര്യങ്ങളും എല്ലാം അതിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. ആ ഒരു പാട്ട് കാണുമ്പോൾ നമുക്കൊരു ഒരു മനസ്സിനൊരു സമാധാനം, ഒരു കുളിർമ തരുന്ന സീനുകളായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് ജോമോൻ ടി ജോണിന്റെ സിനിമാറ്റോഗ്രാഫി. അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ദീപു നിനാൻ തോമസ് ആണ്. കിഡിലെ മ്യൂസിക് ആയിട്ടുണ്ട്. ഇതും അത് അങ്ങുവാന കോണിലും എല്ലാം കിഡിലായിട്ടുണ്ട്. ഇത് ലിറിക്സും അതിഗംഭീരമാണ്. ഭയങ്കര സ്വീറ്റ് ആയി തോന്നുന്ന ലിറിക്സ് ആണ്. ആരാ ലിറിക്സ് അതിന് നമുക്ക് നോക്കാം. ഇത് മനു മഞ്ജിത്ത് ആണ്. കിഡിലെ ലിറിക്സ് ആയിട്ടുണ്ട്. ഒരു സ്വീറ്റ് ക്യൂട്ടായ ലിറിക്സ് ആയിട്ടുണ്ട്. അതിന്റെ ഓരോ വരികൾ എടുത്താൽ നിങ്ങൾക്ക് തോന്നും ഒരു ഭയങ്കര ക്യൂട്ട്നെസ് ഉണ്ട് പാട്ടിന്. അത് അടിപൊളിയായിട്ട് ഒരു നാടൻ ഫീലിംഗ് ഉണ്ട് പാട്ടിന്. സിനിമ ഒരു നാടോടി കഥ തന്നെ ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആ ആമത്തുരുത്തും ആ ഗുഹയും മാണിക്യനും ആ ഒരു നാടും എല്ലാം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതൊരു നാടോടി കഥയാക്കാൻ ഇതിന്റെ തിരക്കഥാകൃത്തായ സുജിത് നമ്പ്യാർക്കും സംവിധായകനായ ജിതിൻ ലാലിനും സാധിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ എല്ലാവരും അടിപൊളിയായി വർക്ക് ചെയ്തിട്ടുണ്ട്. കിഡിലം പടം തന്നെയാണ്. പാടിയിരിക്കുന്ന മെയിൽ വോയിസ് ഹരിശങ്കർ, അത് ഫീമെയിൽ വോയിസ് ആരാണ് നോക്കട്ടെ. KS ഹരിശങ്കർ, അനില രാജീവ്, രണ്ടും ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ ഹരിശങ്കറിന് ഇതുപോലെ നാട്ടുംപുറത്തെ പാട്ടുകൾ പാടാൻ പുള്ളിക്കാരന്റെ സൗണ്ടിന് ഭയങ്കര ഒരു ഭംഗിയുണ്ട്. ഇതുപോലെ തന്നെയാണ് ഫഹദ് ഫാസിൽ സായി പല്ലവി പടത്തിലെ പാട്ടുണ്ടല്ലോ, അതിരെന്നുള്ള മൂവിയില്, അതായത് പവിഴ മഴയ എന്നുള്ള പാട്ട് ഹരിശങ്കർ പാടിയത് വളരെ ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ ആ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, നാടൻ പുഴ, ആ ഒരു ആംബിയൻസിൽ പുള്ളിക്കാരൻ്റെ സൗണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എലിവേഷൻ ഭയങ്കരമാണ്. അത് പാടിനും സിനിമക്കും ഹൈലി എലിവേഷൻ കൊടുക്കുന്ന ഒരു സംഭവമാണ് പുള്ളിക്കാരൻ്റെ സൗണ്ട്. അത് അതിഗംഭീരമായിട്ടാണ് ഈ പാട്ടിലുണ്ട്. അതുപോലെ തന്നെ അനില, അത് ഫീമെയിൽ വോയിസ് പാടിയവരായിട്ട് ഗംഭീരമായിട്ടുണ്ട്. നല്ല സ്വീറ്റായ മ്യൂസിക് ആയിട്ടുണ്ട്. കുറേ നാളിന് ശേഷം നമുക്ക് ഇത്രയും ഒരു അടിപൊളി, അതായത് നമുക്ക് റിപ്പീറ്റഡ് ആയി കേൾക്കാൻ പറ്റുന്ന ഇതുപോലെ പവിഴമഴ പോലത്തെ ഒരു പാട്ട് നമുക്ക് വീണ്ടും കിട്ടുന്നത്. ഇത് എന്തായാലും ഇപ്പൊ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുവാണ്. ട്രെൻഡിങ്ങിലോട്ട് റീൽസിലോട്ട് കൂടുതൽ വരാനുള്ള സാധ്യതകളുണ്ട്. കൂടുതൽ റൊമാൻറ്റിക് റീൽസ് വരാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും അജയന്റെ 2ാം മോഷണം ഗംഭീരമാണ്. പാട്ടുകളും സിനിമാറ്റോഗ്രാഫി വിഷ്വൽസ് എല്ലാം കിടിലുമാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ആ ഒരു കഥയുടെ ബാക്കി കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട്. സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നൊന്നും സിനിമയിൽ പറഞ്ഞിട്ടില്ല. മാത്രമല്ല എൻഡിങ് കണ്ടാലും സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നുള്ള ഫീലിംഗ് ഇല്ല. വീണ്ടും ഈ സിനിമയുടെ നെക്സ്റ്റ് ലെവൽ എന്താണെന്നുള്ള ഒരു ആകാംക്ഷ സിനിമ തരുന്നുണ്ട്. കാണുമ്പോൾ ഇല്ലേക്കാളും കണ്ടു കഴിഞ്ഞ് ഇപ്പോഴത്തെ അത് നമുക്ക് ഉണ്ടാക്കുന്ന മെമ്മറീസ് ഭയങ്കര സ്വീറ്റ് ആണ്. ഒരു നാടൻ കഥയുടെ വീണ്ടും ഒരു ബാക്കി കാണാനുള്ള ഒരു ആവേശമുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര സ്വീറ്റ് ആണ്. വൈക്കം വിജയലക്ഷ്മി പാടി അങ്ങുവാന എന്നുള്ള ഒരു നല്ല താരാട്ട് പാട്ടായി, ഒരു സ്നേഹം തരുന്ന ഒരു പാട്ടുമായിട്ട് ഇപ്പൊ തന്നെ ട്രെൻഡിങ്ങിൽ എല്ലാവരും ഏതൊരു ഒക്കേഷനും ഈ പാട്ടിട്ട് റീലിടുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പൊ അതും അടിപൊളിയായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അതിന്റെ വീഡിയോ സോങ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ അത്രയുള്ളൂ. നിങ്ങൾക്ക് ഈ പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ, ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഇതിലെ പാട്ടുകളൊക്കെ എന്ത് രസമാണ് അല്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ടോവിനോയുടെ അഭിനയത്തെ കുറിച്ച് എല്ലാം താഴെ കമന്റ് ചെയ്യണം. നിങ്ങൾ ടോവിനോ ഫാൻ ആണെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യണേ. നല്ല മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ പാട്ടിനെ കുറിച്ച്, സിനിമയെ കുറിച്ച് എല്ലാം താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ. മറ്റൊരു റിവ്യൂോ റിയാക്ഷനോ
സോഷ്യലി ഷൈൻ. നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.